സിനിമയിൽ 2-3 ഓട്ടോ എല്ലാം ഉണ്ട്. അത് എക്സാക്ട്ലിയിലേക്ക് നമ്മുടെ പണ്ടത്തെ ഉമേഷ് ഇല്ലേ, വടക്കൻ ഫിൽഫിൽറ്റ്, അതൊക്കെ നമുക്ക് തോന്നും അതുപോലെയാണിത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും, കാരണം അയാൾ തിരിച്ചു വരുന്നുണ്ടല്ലോ എന്നിട്ട്. സോ സിനിമയിലേക്ക് വരാം. അപ്പോൾ ഈ പറയുന്ന ഇയാളുടെ ഫാമിലിയും അതെല്ലാം ഒന്ന് പരിചയപ്പെടുത്തി മെല്ലെ മെല്ലെയാണ് ഈ സിനിമയുടെ ത്രെഡിലേക്ക് വരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ് ഇതിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് വരുന്നത്. ആൻഡ് ഈ പടത്തിന്റെ ഒരു സോൾ എന്നുള്ള സാധനം ഉള്ളതില്ലേ അവസാനത്തെ ഒരു അരമണിക്കൂറിലാണ്. അത് കണ്ടു കഴിയുമ്പോഴത്തേക്കില്ലേ നമ്മൾ ഈ ഫസ്റ്റ് കണ്ട ഒരു 1.5 മണിക്കൂർ മറന്നു പോകും. ഇൻ ദ സെൻസ് ഈ പടത്തിന്റെ മൊത്തം കോർ ഇരിക്കുന്നത് ഈ ഏറ്റവും അവസാനമാണ്. അതായത് ഈ പടത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഹൊറർ ഫാന്റസി ആണെന്നുള്ളത്. അപ്പോൾ ഇതുവരെ ഉണ്ടായ ഹൊറർ ഫാന്റസി പടം എന്ന് വെച്ചാൽ വെറുതെ ആൾക്കാരെ പഠിപ്പിക്കുക അമ്മാതിരി പരിപാടികളാണ്. പക്ഷെ ഇതിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ ചെറുപ്പക്കാരിയെ നമ്മുടെ ലൈഫിന്റെ പർപ്പസ്, അതുപോലെ തന്നെ നമുക്ക് ചില തിരിച്ചറിവുകൾ, നമ്മൾ അത്ര നാളും കണ്ടിരുന്ന പല കാര്യങ്ങളും അതങ്ങനെയല്ല എന്നും നമുക്ക് വേറൊരു പോയിന്റ് ഓഫ് വ്യൂവില് ലൈഫിനെ കാണാനൊക്കെ പഠിപ്പിച്ചു തരുന്ന അങ്ങനെ ഒരു തോട്ടാണ് ഈ സിനിമയുടെ കോർ എന്ന് പറയുന്നത്. പിന്നെ ആ കോറിലേക്ക് വരുന്നത് ഒരു പ്രേതം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, ഒരു ഡെലൂഷൻ വഴിയാണ്. ഓക്കെ, പക്ഷെ അതിൽ ക്ലിക്കായി എന്താണെന്നറിയോ, ആ ഡെലൂലു എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടല്ലോ, അതായത് മായയുടെ ക്യാരക്ടർ, അവരുടെ ബാക്ക് സ്റ്റോറി ഈ പടത്തിൽ വർക്കായിട്ടുണ്ട്. അത് ഫ്ലോപ്പ് ആയിരുന്നെങ്കിലല്ലോ പടം മൊത്തം പാളിപ്പോയാനെ. ആ സ്റ്റോറി വല്ലാതെ നമ്മൾ ഹുക്ക് ചെയ്യും. പിന്നെ അവരുടെ ബാക്ക് സ്റ്റോറിയിൽ കയറി വരുന്ന വിനീതിന്റെ കഥാപാത്രം, അതുപോലെ തന്നെ മേതിൽ ദേവിക എന്ന് തോന്നുന്നു, ക്ലാസിക്കൽ ഡാൻസർ ഇല്ലേ, അവരുടെ കഥാപാത്രമൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അത് നല്ലൊരു ഫാമിലി സ്റ്റോറി ആയിരുന്നു കേട്ടോ. പക്ഷെ ആ കഥ പറഞ്ഞു വന്നിട്ടുള്ളതില്ലേ ഭയങ്കര ടച്ചിങ് ആണ്. നമുക്ക് സിനിമ ആ ഒരു ചെറിയ ഭാഗം, ആ ഒരു 20 മിനിറ്റ് കണ്ടു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് എന്തോ നമ്മളിങ്ങനെ ഹുക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തോന്നും. പിന്നെ ഒരുപാട് പറയാൻ നിന്നാലില്ലേ ഈ സിനിമയുടെ കഥ മൊത്തം ഞാൻ ഇരുന്ന് പറയുമെന്ന് തോന്നുന്നു. പക്ഷെ എനിക്കത് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. നല്ല കണക്റ്റിംഗ് ആയിരുന്നു. നമ്മൾ അത്രയും ഇത്ര സമയം ഞാൻ എന്തിന് ഇൻവെസ്റ്റ് ചെയ്തു, ഇത്ര സമയം ഞാൻ എന്തിന് ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നു എന്നുള്ളതിന് വർത്ത് വാച്ചിങ് ആയി തോന്നുന്ന അവസാനത്തെ 20 മിനിറ്റ് ആണ്. യെസ്, ഇതാണ് ആ പടത്തിൽ നിന്ന് എനിക്ക് വേണ്ടത്, ഇതാണ് നമുക്ക് വേണ്ടത് നമുക്ക് തോന്നും. സോ നൈസ് ആയിരുന്നു ആ ഒരു ഭാഗം. പക്ഷെ നല്ല രീതിയിൽ അവര് എഴുതി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഇങ്ങനെ കാണിക്കാൻ വേണ്ടി കാണിച്ചതല്ല, നമുക്ക് റീസണബിൾ ആയിട്ട് തോന്നും. ഓക്കെ, ഇതിങ്ങനെയാണ് സാധനം എന്നുള്ളത്. പിന്നെ ഫാന്റസി ആണ്, ഓക്കെ. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നോക്കാൻ ലോജിക്കൊന്നും നോക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അല്ലെങ്കിൽ സിനിമ പൊട്ടാനാകുന്ന സമയത്ത് ഇതിൽ ലോജിക്കൊന്നും നോക്കണ്ട അങ്ങനെയൊക്കെ പറയുന്ന ചില സിനിമകളൊക്കെ വരാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമല്ല, ലോജിക്കേ ഇല്ല, ഇരുന്ന് കാണുക. ഫാന്റസിയാണ് പടം. പക്ഷെ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് ഫിലോസഫിക്കലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനി ഞാൻ ഒരുപാട് പറഞ്ഞു തോന്നുന്നു, എനിക്ക് ഈ പടം ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ്. പിന്നെ ഈ പടത്തിലെ നായിക അവരുടെ ക്യാരക്ടറിന്റെ പേരെന്തായിരുന്നു, സാധ്യ എന്നിട്ട് വരുന്നു കേട്ടോ. നായികയ്ക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, മൊത്തം നമ്മുടെ പ്രേതവും നിവിൻ പോളിയും തമ്മിലുള്ള കളിയാണ്. നായികയുടെ പേര് സാധ്യ തന്നെ ക്യാരക്ടറിന്റെ പേര്. നടിയുടെ പേര് പ്രീതി മുകുന്ദൻ. നല്ല രസമാണ് അവരെ കാണാനായിട്ട്, സ്ക്രീനിൽ കണ്ടിരിക്കാനായിട്ട്. വളരെ കുറച്ചേ ഉള്ളൂ. അതില് അവരുടെ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നല്ലൊരു